சொல்லுங்க கண்ணனை கையோட கூட்டி வாருங்க அவனை கண்டா வர சொல்லுங்க கண்ணனை கையோட கூட்டி வாருங்க கண்டா வர சொல்லுங்க. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോങ്കർ ഗൈസ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബസ്സിൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പ് പോകാനാണ്. അപ്പം എവിടെയൊക്കെ പോകുന്നതെന്നൊക്കെ നമ്മൾ പിന്നെ പറയാം. നമ്മൾ ബസ് എടുത്തതിൻ്റെ ഫുൾ വീഡിയോ എന്തായി ഇടാഞ്ഞെന്ന് ചോദിച്ചാൽ ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. അത് ഇടാഞ്ഞപ്പോൾ നമുക്ക് പോവാം ഗൈസ്. വണ്ടി വെച്ചാൽ വിഷയ ഗൈസ് കിണ്ണാക്കി വെച്ചിരിക്കുന്നു. അത്യാവശ്യം ലൈറ്ററൊക്കെ ചെയ്തിട്ടുണ്ടോ, നല്ലും ചെയ്തിട്ടില്ല. നമ്മൾ ഇറക്കിയ സമയത്ത് തന്നെ പോലീസൊക്കെ വന്ന് ലൈറ്റൊക്കെ ഊരിപ്പിച്ചിട്ട് സ്റ്റിക്കർ വർക്കൊക്കെ ബ്ലാക്കാണ്. ഈ സമയം ട്രിപ്പ് പോകണം. ഇവിടുന്ന് ആൾക്കാരൊക്കെ കൂട്ടി നേരെ പോകണം. കരട്ടെ കരട്ടെ, വേഗം കരട്ടെ, വേഗം കരട്ടെ, വേഗം കരട്ടെ, വേഗം കരട്ടെ, വേഗം കരട്ടെ, കരട്ടെ കരട്ടെ. ഇവരാണ് തീരുമാനിക്കുന്നത് എവിടെയൊക്കെ പോകേണ്ടതെന്ന്. എനിക്കൊന്നും അറിയില്ല എവിടെയൊക്കെ പോകേണ്ടതെന്ന്. നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് ട്രിപ്പാണ്. നമ്മൾ കേരളത്തിലേക്ക് എത്തിയിട്ട് നമ്മൾ ബസ് എത്തിച്ചില്ല. കേരളം എത്തിയിട്ട് നമുക്കിനി വേറൊരു ബസ് എടുക്കണം. നമ്മൾ ഈ ബസ്സിന് വാടക കൊടുക്കുന്നിട്ട് നമ്മൾ ഇത്തിരി കാലം പ്രൈവറ്റ് ബസ് ഓടിക്കും. പ്രൈവറ്റ് ബസ് ഓടിക്കുമ്പോൾ വല്ലാത്ത സുഖം. ഇവരെ പറഞ്ഞ പോലെ നമ്മളൊരു പ്രൈവറ്റ് ബസ് എടുക്കാൻ പോവാണ്. ഇവിടുന്ന് കുറച്ച് ടാസ്ക് ഗൈസ്. അത് വേറെ ഒന്നുമില്ല, ഒന്ന് ജസ്റ്റ് പപ്പ ഒന്ന് ചോദിച്ചാൽ അതിന് കട്ടണി അതിലും വലിയ പണിയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ എഡിറ്റ് ചെയ്യാം ഗൈസ്. അപ്പം നേരെ പോകണം. ഇനി തോന്നെ പോകണം. ബസ് ഓടിക്കാൻ ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. ബസ്സിൻ്റെ ലുക്കൊക്കെ കണ്ടോ? ഇവിടെ നിന്ന് വളച്ചെടുക്കണം ഗൈസ്. തട്ടാൻ നോക്കും, കാരണം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കി. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ മുമ്പിലൊരു അമിനി തട്ടുന്ന കൈയ്യേക്കുന്ന അമ്മി പൈസ പോയിട്ട് പവർ പറ്റിയ കൈസ്. നമ്മൾ പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കണോ ഫ്രഷ് എടുക്കണോ എന്നുള്ളൊരു ചെറിയൊരു സംശയമുണ്ട് കൈസ്. ബസ് നമുക്ക് എന്താ ആക്സിഡൻറ്റ് പറ്റിയും പോയേക്കാം. പിന്നെന്ത് പോട്ടെ, ട്രെയിൻ ഇടിച്ചതെന്ന് തോന്നുന്നു. അതാണ് ഇൻഡിക്കേറ്റർ ഇട്ട് മണ്ണ മോതയായിട്ട് നിൽക്കുന്നത്. നമുക്ക് നമ്മളായിട്ട് പോകാം. നമ്മൾ ഇൻറ്റീരിയർ വലുതാണ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. പിന്നെ അടുത്ത് നമ്മൾ ഇറക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ബ്യൂട്ടിയാണ് ഗൈസ്. ഇപ്പം ട്രെൻഡിങ് അയക്കുന്ന ZS3 ബ്യൂട്ടി. നിങ്ങൾ ഒരു ലൈക്കെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല, പൈസയും പോവില്ല. ഇത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പണിയാണ് ഗൈസ്. അതുകൊണ്ട് ഒരു സബും ഒരു ലൈക്കും മാത്രം മതി. കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. വേമ്പനാട്ട് കായൽ തിരകൾ തുടിക്കുന്നു തകതിമി തകതായി.
വെറുതെ വൈപ്പറിട്ട് എന്തായാലും കിടക്കട്ടെ, കുറച്ച് ലുക്കൊക്കെ ഉണ്ടായിക്കോട്ടെ. ZS എടുക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. വേണമെങ്കിൽ വേണമെന്ന് പറയാം, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാം. നിങ്ങൾ ഏത് വണ്ടി പറയുന്നോ നമുക്ക് ആ വണ്ടി എടുക്കണം. ഇനി മുതൽ നമ്മളായിരിക്കില്ല ഈ ബസ് ഓടിക്കുക, വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും ഓടിക്കുക. വാടക കൊടുക്കാൻ മീൻസ് നമ്മളെ തന്നെയാണ്, വാടകയ്ക്കല്ല കേട്ടോ ഗൈസ്, സോറി, വാടകയ്ക്കല്ല കൊടുക്കുക. നമ്മളെ ഇതിലേറ്റ് ഞാനാണെങ്കിൽ ഓണർ, ഞാനാണെങ്കിൽ കൂടി നമുക്ക് ഒരു ഇതുണ്ടാവല്ലോ, ഒരു നമ്മളെ ബസ്സൊക്കെ നിർത്തിയിടാൻ ഒരു ഷെഡ് ഉണ്ടാവല്ലോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഡ്രൈവേഴ്സിനൊക്കെ നമ്മൾ ഇറക്കി നമ്മൾ പാക്കേജ് ആയിട്ടൊക്കെ കൊടുക്കുക സ്കൂളിൽ നിന്ന്. ഇത് സ്കൂളല്ല കേട്ടോ, ഇത് ഫുള്ള് കുറച്ച് തന്ത വൈബും കുറച്ച് തള്ള വൈബുള്ള ആൾക്കാരാണ്. ഇവർക്ക് വലിയ പാട്ടൊന്നും വലിയ ഇതുണ്ടാവില്ല. ഓ ചെറിയൊരു ഏടാ ഗൈസ്. ഇനി മുതൽ നമ്മൾ അങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ സൂക്ഷിക്കും ഗൈസ്. എന്നുവെച്ചാൽ അതൊക്കെ ഈ സ്റ്റിയറിങ്, ഈ ആക്സിലേറ്ററിൻ്റെ ഇതൊക്കെ മാങ്ങിയെടുക്കുന്ന ആക്കാം. അപ്പോഴൊരു റിയലിസ്റ്റിക് ഉണ്ടാവും ഗൈസ്. ഓ എത്ര ആൾക്കാർ കാന്താര സിനിമ കണ്ടിരിക്കുന്നത് കമൻറ്റ് അടി ഗൈസ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമിൻ്റെ പേരും നിങ്ങൾ കമൻറ്റ് അടിക്കുക. നിങ്ങൾ അടുത്ത ഗെയിം ഞാൻ ഏത് കളിക്കണം, ഫ്രീ ഫയർ ആണെങ്കിൽ ഫ്രീ ഫയർ കളിക്കുക. ഞാൻ എല്ലാം കളിക്കലുണ്ട്, പബ്ജി മാത്രമേ കളിക്കാത്തതായിട്ടുള്ളൂ. പബ്ജി എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. പബ്ജി ഒരുമാതിരി തീട്ട ഗെയിമാണ്. തീട്ട ഗെയിമെന്നല്ല, അടിപൊളി ഗെയിം തന്നെ, പക്ഷേ എനിക്ക് എയിമാവേറ്റാ. എയിമ പിന്നെ അടിപൊളി ഗെയിമല്ലേ. എയിമായാൽ നമുക്കെല്ലാം സുഖമായിട്ടെടുക്കാം. നമ്മൾ ഏകദേശം എത്തുന്ന വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കില്ല. ഇനി നമ്മൾ പിന്നെ ഇടുക, നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ ജോബിന് പോകുന്നതായിരിക്കും. പ്രൈവറ്റ് ബസ് ഓടിക്കുമ്പോൾ നല്ല സുഖം, അത് ലിമിറ്റഡ്. പൂമോളല്ലേ ഫാത്തിമ, ഉങ്ങളല്ലേ ഫാത്തിമ. പാട്ട് നോക്കണ്ട, ഇടയ്ക്കൊരു അവസ്മാരൊക്കെ ഉണ്ടാവും, നോക്കണ്ട. അത് ഞാനല്ല പാടി, എൻ്റെ ഒരു പൊട്ടൻ കുടുംബക്കാരുണ്ട്, അവനാണ്. ലോക സിനിമ എത്ര ആൾക്കാർ കണ്ടു? അടിപൊളിയാണ് ലോക സിനിമ. അടിപൊളിയാണെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് നോക്കാമല്ലോ. അടിപൊളിയാണല്ലേ, അടിപൊളിയാണെങ്കിൽ നമ്മൾ ഗിവ് അവേ കൊടുക്കും ഗൈസ്. ഗിവ് അവേ എന്താണെന്ന് വെച്ചാൽ ഒരു മെറ്റൽ RC കാറാണ് ഗൈസ്. നമ്മൾ ചെറിയ RC കാറില്ലേ, അതായിരിക്കും നമ്മൾ ഗിവ് അവേ കൊടുക്കുക 1K ആയാൽ ഗൈസ്. നമ്മുടെ ചാനലിൽ എപ്പം 1K അടിക്കുന്നു അപ്പം നമ്മൾ കൊടുക്കും ഒരു മെറ്റൽ സ്മോൾ RC കാർ ഗൈസ്. അതും ഒരു പേർക്കല്ല, 5 പേർക്ക് ഗൈസ്. ഇപ്പം ഇവിടെയാണ് ഒരു നിൽക്കുന്നത്, ഈ റിസോർട്ടിൽ നിൽക്കുന്നത്. അപ്പം ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ച് ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. ഇനിയും ഇതേപോലെയുള്ള അടിപൊളി വീഡിയോ ഒക്കെ വരും ഗൈസ്. ഇനി നമുക്കും പോയി കിടന്നുറങ്ങണം. നമുക്ക് ബസ് പോയി പാർക്ക് ചെയ്യണം ഗൈസ്. അപ്പുറത്തേക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂല പോലും.
എന്ത് ചെറ്റ സ്വഭാവം അവർ. ഗൈസ് ഇപ്പോൾ ഇവിടെ വെച്ച് മുത്താണ്. ബൈ ബൈ. சொல்லுங்க கண்ணனை கையோட கூட்டி வாருங்க அவனை கண்டா வர